നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമ്മുടെ ഇന്നലകളിലേക്ക് നോക്കിയിട്ട് ഷോക്ക്ഡ് ആയിട്ടിട്ട് ഇത്ര മോശമായിട്ട് ഞാൻ പ്രവർത്തിക്കുമെന്ന് ഞാൻ ജീവിതത്തിൽ ചിന്തിച്ചിട്ടേ ഇല്ല, എനിക്ക് തന്നെ എന്നെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. എൻ്റെ സുഹൃത്തായ ഒരു അച്ഛൻ്റെ മുമ്പിൽ ഞാൻ ഒത്തിരി വേദനയോടെ കുമ്പസാരിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ ഒരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. എനിക്കും നിനക്കും ഒരു രക്ഷകനെ വേണം. മരിക്കുകയും ഉയർക്കുകയും ചെയ്ത ഒരു യേശുക്രിസ്തു ഇല്ലാതെ എൻ്റെയും നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആവത്തില്ല. അതാണ് ശരിക്കും നമ്മുടെ ഓരോ ഇടർച്ചകളും നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് അതൊരു സുവിശേഷമായിരിക്കണേ. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഇടർച്ചകളോടും നമുക്ക് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ: വിധിക്കാതെ വീണുപോയ മനുഷ്യരെ നോക്കിയിട്ട് അവനും അവൾക്കും ഒരു യേശുവിനെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അപ്പോഴാണ് അത് ഇവാഞ്ചലൈസേഷൻ ആവുന്നത്. ജീവിതത്തിൽ ഓരോ കോണ്ടിനെൻറ്റിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനോടും നമുക്ക് പറയാനൊറ്റ സത്യമുള്ളൂ: മരിക്കുകയും ഉയർക്കുകയും ചെയ്ത ഒരു യേശു കൂടെ ഇല്ലെങ്കിൽ നിൻ്റെ ജീവിതം കംപ്ലീറ്റ് ആവത്തില്ല. ഈ ഒരു കാര്യമാണ് നമ്മളെ ഒരു ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷം പ്രഘോഷിക്കുന്ന ആളായി, സുവിശേഷത്തിന് വില കൊടുക്കുന്ന ഒരാളായി മാറ്റുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്: ജീസസ് ജീസസ് ബി മൈ ജീസസ്. യേശുവേ യേശുവേ, നീ എൻ്റെ രക്ഷകനായിരിക്കണേ. കാരണം ജീസസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ, യഹോവ രക്ഷിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഇടർച്ചകൾ കാണുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഇടർച്ച കാണുമ്പോൾ നമുക്ക് ആവർത്തിക്കാവുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: ജീസസ് ജീസസ് ബി മൈ ജീസസ്. യേശുവേ യേശുവേ, നീ എൻ്റെ രക്ഷകനായിരിക്കണേ.